എല്ലാവരും കയ്യൊക്കെ കൂട്ടി എങ്ങോട്ടാണെന്നല്ലേ? ഞങ്ങളൊരു യാത്ര പോവാണ്, ഒരു വയനാടൻ യാത്ര. അപ്പോൾ കുറച്ച് ഗമക്കാരനായ ഉണ്ണിക്കുട്ടനെ ഒന്ന് ചിരിപ്പിക്കാമെന്ന് വിചാരിച്ചു. കൊട്ടിയൂർ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ വൈശാഖ മഹോത്സവം നടക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയ തിരക്കുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് വഴിയോരച്ചന്തകളൊക്കെ ഞങ്ങൾ കണ്ടു. ചുരം കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ കാലാവസ്ഥയാകെ മാറി. ബോയ്സ് ടൗൺ എത്തിയപ്പോൾ എന്നാൽ പിന്നെ ഒരു ചായയാവാം എന്നെല്ലാവർക്കും തോന്നി. അവിടുത്തെ കോട കണ്ട ആർക്കും അവിടെ വണ്ടി നിർത്താൻ തോന്നി. വണ്ടിയിൽ ഇറങ്ങിയപ്പോഴല്ലേ ഒരു അബദ്ധം പറ്റിയത്. നമ്മുടെ തക്കൂപ്പ ചെളിയിലങ്ങ് വീണു. പിന്നെ അവളെ കഴുകലായി കുളിപ്പിക്കലായി ഒന്നും പറയണ്ട. അങ്ങനെ ഞങ്ങൾ മാനന്തവാടി നഗരവനത്തിലേക്ക് എത്തി. കേരള വനം വകുപ്പിന് കീഴിലുള്ള നഗരവനം അതീവ മനോഹരമാണ്. നഗരവനം എന്ന പേര് അനർത്ഥമാക്കുന്നത് പോലെ തന്നെ നഗരത്തിൻ്റെ ഒത്ത നടുക്ക് തന്നെയാണ് ഈ വനം. വയനാട്ടിൽ കണ്ടുവരുന്ന പ്രധാന ശലഭങ്ങളുടെ പേരാണ് ഇത്. ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ വായിച്ചു നോക്കി. പിന്നെ തക്കൂനും മാവാച്ചിക്കും സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയായിരുന്നു കേട്ടോ. കാരണം ആരുടെ കൈയും പിടിക്കാതെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഓടി നടക്കുകയായിരുന്നു അവർ. ഇവിടെ കാണുന്ന പേര് പോലെ തന്നെ ഓക്സിജൻ പാർലർ തന്നെയാണിത്. കാരണം അത്രയും കുളിർമയായിരുന്നു ഇതിലൂടെ നമുക്ക് നടക്കുമ്പോൾ അനുഭവിക്കാൻ സാധിച്ചത്. ഒരു ഏറുമാടമാണ് കേട്ടോ അത്. ഞങ്ങൾ 2-3 പേര് അതിൻ്റെ മുകളിൽ കയറി. നല്ല ബലമൊക്കെ ഉള്ള സ്റ്റെപ്പൊക്കെ ആയിരുന്നു. പിന്നെ അവരൊരു അറിയിപ്പ് പോലെ പറയുകയും ചെയ്തു, സൂക്ഷിക്കണമായിരുന്നു. താഴെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ കുറച്ച് സമയം ഇരുന്നു. അവിടെ ചായക്ക് ഓർഡർ കൊടുത്ത് ഞങ്ങളൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയം വാവാച്ചി ഒരു പഴംപൊരിയൊക്കെ കഴിച്ച് ഊഞ്ഞാലിൽ ഇങ്ങനെ ആസ്വദിച്ച് ആടിക്കൊണ്ടിരിക്കുക. പൊള്ളുന്ന ചക്കക്കുരു വായിലിട്ടാൽ എന്ന് പറഞ്ഞ അവസ്ഥയില്ലേ, ആ ഒരവസ്ഥയായിരുന്നു പഴംപൊരി കഴിച്ചപ്പോൾ. കാരണം നല്ല ചൂട് പഴംപൊരിയായിരുന്നു. അവരപ്പം ചുട്ട് തന്ന പഴംപൊരിയാണ്. അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്രഷനൊക്കെ മുഖത്ത് വരുന്നത്. എന്നാൽ പിന്നെ ഒരു റീലാവാം അല്ലേ വാവാജി ചോദിക്കുമ്പോൾ തന്നെ ആൾ റെഡിയായി. അപ്പം ഞങ്ങളൊരു റീലൊക്കെ ഷൂട്ട് ചെയ്തോടുന്ന്. ഇത്രയും നല്ല സ്ഥലം കിട്ടിയിട്ട് റീലെടുക്കാതെ എങ്ങനെയാണ്? വളരെ വൃത്തിയായിട്ട് തന്നെ ഇവർ ഈ സ്ഥലങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെയുള്ള ബാത്റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ബാത്റൂമൊക്കെ. ഇനി അങ്ങോട്ടുള്ള വഴികളൊക്കെ ഇതുപോലെയാണ്. നല്ല കല്ല് വിരിച്ച പാത. നേരത്തെ പോലെ സിമെൻ്റ് ഇട്ടതല്ല. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്.
ഒരാവേശത്തിൻ്റെ പുറത്ത് വലിഞ്ഞു കയറിയതാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ അനുഭവം. അവസാനം കാലൊക്കെ ചെറുതായിട്ട് വേദനയൊക്കെ എടുത്തു. ഞാൻ കയറിയത് കണ്ടപ്പോൾ മോക്കൊരാഗ്രഹം, എന്നാൽ പിന്നെ അതും കൂടി സാധിച്ചു കൊടുക്കാം. അങ്ങനെ അവളും കയറി. നടത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ ഞങ്ങളൊരു നല്ല റെസ്റ്റോറൻറ്റ് നോക്കി കയറി. നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ബിരിയാണിയും പിന്നെ സാധാരണ ചോറും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സംവിധാനം ഉണ്ടായിരുന്നു. അവരെ ബില്ലൊക്കെ പേ ചെയ്ത് വരുമ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് സമയം കുട്ടികളുമായിട്ട് അവിടെ ചെലവഴിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. ഡാസൽ വില്ല റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഈ റിസോർട്ട് ചെമ്പ്ര പീക്കിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത വില്ല. അവർ ക്ലീൻ ചെയ്തിടുകയാണ്. അപ്പോൾ നമ്മൾ ഹോം ടൂർ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ വില്ല ടൂർ കാണാം. ചെമ്പ്ര പീക്ക് ഇവിടുന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ നേരെ താഴെ തന്നെ ആയിട്ടാണ് നമ്മുടെ ഈ ഡാസൽ വില്ല റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായ മനോഹാരിത നമുക്കിവിടെ നിന്നാൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വില്ലയിലേക്ക് കിടക്കുകയാണ്. കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഹാള് പോലെയും അവിടെ ഒരു സോഫ സ്പേസൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് പേർക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കിച്ചൺ സെറ്റപ്പാണ്. അത്യാവശ്യം കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം, ചായയൊക്കെ വെക്കാം. പിന്നെ ഒരു ഡൈനിങ് സ്പേസ് പോലൊരു സ്പേസും പിന്നെ 2 ബെഡ്റൂമാണുള്ളത്. ഇതാണ് ഫസ്റ്റ് വൺ. ഇത് മുകളിലത്തെ നിലയാണ്. പിന്നെ താഴെ ഒരു നിലയും കൂടിയാണുള്ളത്. നല്ലൊരു ബെഡ് സ്പേസ് ഉണ്ട്, ബാൽക്കണി ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടുന്ന് നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. മുകളിൽ ചെമ്പ്ര പീക്ക്, താഴെ നല്ലൊരു തേയിലത്തോട്ടം. ആ കാണുന്നതാണ് താഴത്തെ ബെഡ്റൂം. 2 ബെഡ്റൂം ആണെങ്കിലും ആ ഒരു ബെഡ് സ്പേസ് കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഇതിനും ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. വൈകുന്നേരമായപ്പോൾ എല്ലാവരും കൂടി നടക്കാനിറങ്ങി. നമ്മുടെ ആ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ചെമ്പ്ര പീക്കിൻ്റെ താഴെയുള്ള തേയിലത്തോട്ടാണിത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് വ്യൂ കിട്ടും. ഒരു കോൺക്രീറ്റ് റോഡാണ് അങ്ങോട്ടേക്കുള്ളത്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോടുന്ന്. ഇനി വാവാച്ചീൻ്റെ ടൈമാണ് കേട്ടോ. അവൾ വരുമ്പോഴേ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് മാമന് മേക്കപ്പ് ചെയ്യണം. അപ്പോൾ അതിനുള്ള എല്ലാ സാമഗ്രികളും എടുത്തിട്ടാണ് അവൾ വന്നത്.
എന്നാൽ പിന്നെ ഞാനും കുറച്ച് പുട്ടി അടിച്ചാലോ എന്ന് ആലോചിച്ച് സ്നേഹി. മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പൂളിലേക്കാണ്. ഇട്ട മേക്കപ്പൊക്കെ നമുക്ക് കഴുകി കളയണ്ടേ. അങ്ങനെ ഞങ്ങൾ പൂളിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളുടെ വയനാട് ട്രിപ്പ് അടിച്ചു പൊളിച്ചു. അവിടെ കണ്ടൊരു ചെടിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.